എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് രസിച്ച് കുഞ്ഞുങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ബൈത്തേട്ടൻ എത്തും. നമ്മൾ തൃശ്ശൂർ ബൈത്തേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നവീൻ്റെ കല്യാണത്തിന് പോകുന്നതാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇത്തൂന് ഈ ഒരു ചിണുങ്ങലല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ ബൈത്തേട്ടൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട് റഫിയുടെ വൈഫ് അമ്ര. അവർ രണ്ടുപേരും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം നമ്മൾ അവരെ വീട്ടിലെത്തിയപ്പോൾ അയ്യോ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഒരു ഫീസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത്. ഇത്ര ഭക്ഷണം ഉണ്ടാക്കിയത് ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതെനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആയി തോന്നുന്നു. ഫുഡ് ഒന്നിനൊന്നും മെച്ചമായിരുന്നു. താങ്ക് യു ഉമ്മ, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂർ കഴിഞ്ഞു, കോഴിക്കോട് എത്തി, കോഴിക്കോട് കഴിഞ്ഞു മലപ്പുറം കഴിഞ്ഞ് അവസാനം തൃശ്ശൂർ എത്തിയപ്പം വിശന്നൊരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ അൽമജ്ലീസിൽ കയറി നല്ല മന്തിയൊക്കെ കഴിച്ച്, എന്ത് മന്തിയായിരുന്നു, പിരി മന്തിയായിരുന്നു, ഭയങ്കര എരിവാട്ടോ. അപ്പം അത് കഴിഞ്ഞ് എൻ്റെ പുറത്ത് നമ്മൾ ഈ കശ്മീരി കാവ പോലുള്ള എന്തോ സാധനം ഉണ്ടായിരുന്നു. എൻ്റെ പേരെന്താണെന്നറിയില്ല, പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. നമ്മൾ തലവേദന എല്ലാം പോയി. ഒരു കാവ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം നല്ലോണം കുടിച്ചു, 2-3 ഗ്ലാസ് കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് അവസാനം നമ്മളെ ഹോട്ടലിലെത്തി. നവീൻ ബുക്ക് ചെയ്ത ഹോട്ടലാണ് പ്രജ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റെസ്റ്റെല്ലാം എടുത്ത് പിന്നെ കുറച്ച് നേരം ഉറങ്ങി, എന്നിട്ട് ഡ്രസ്സെല്ലാം ചെയ്ത് നമ്മൾ നേരെ പോയത് ശോഭ സിറ്റി മോളിലാണ്. നമ്മളിതുവരെ ശോഭ കണ്ടിട്ടില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ചാർജ് ചെയ്യണം. അപ്പോൾ അതിന് ചാർജിങ് സ്പോട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ബൈത്തേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം. ഈ വണ്ടി നമ്മൾ എവിടെ നിർത്തിയാലും ഓരോരോ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെയുണ്ട് മറ്റേ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അടുത്തന്നെ അതിൻ്റെ ഒരു വീഡിയോ വരും കേട്ടോ. പിന്നെ ഇത്തൂരോട് പോസ് ചെയ്യാൻ പറഞ്ഞതാണ്. അവൾ കുറേ കയ്യിൽ നിന്നൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആക്ച്വലി വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആക്സിഡൻ്റലി നമ്മൾ ഒരു ടോയ് ഷോപ്പിലെത്തേണ്ടി വന്നു ഗൈസ്. അപ്പം അവിടെ നിന്ന് ചിണുങ്ങി വാശി പിടിച്ച് കരഞ്ഞ് അവസാനം ഒരു പെപ്പ പിഗിൻ്റെ ഒരു ടോയ് വാങ്ങി. പെപ്പ പിഗിന് ഇത്തൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പെപ്പ പിഗിൻ്റെ ഒരു ടോയ് വാങ്ങി. ഇതുപോലത്തെ ഒരു 1000 ടോയ് വീട്ടിലുണ്ടെങ്കിലും പിന്നെയും ഈ ടോയ്സ് വാങ്ങുന്നത് അവർക്കൊരു ഹരമാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ പോയത് സുഡിയോയിലാണ്. ഒരു നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. എനിക്കൊരു നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷേ ലാസ്റ്റ് ഇത്തൂന് നമ്മൾ 4 നൈറ്റ് ഡ്രസ്സും എടുത്തിട്ടാണ് വന്നത്. അതാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്. അങ്ങനെ നമ്മൾ ശോഭയിലേക്ക് കുറച്ച് നടന്ന് പിന്നെ നമ്മൾ ശോഭേൻ്റെ പുറത്ത് വന്നു. അവിടെ ഒരു പുഴയുടെ സൈഡിൽ ആണെന്ന് തോന്നുന്നു ഈ ശോഭ സിറ്റി മോള്. നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ലൊരു റിഫ്രഷിങ് ആയിരുന്നു കാണാൻ. ലൈറ്റ്സും പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട ഏരിയയും കുറേ കാറും അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി 69% ചാർജായി. നമ്മളൊരു അരമണിക്കൂറേ എടുത്തുള്ളൂ, അപ്പോഴത്തേക്ക് 69%. പിന്നെ നമ്മൾ നേരത്തെ നവീൻ്റെ കല്യാണത്തിന് പോകേണ്ട സ്ഥലത്തെത്തി. പള്ളിയുടെ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഈ മധുരം വെപ്പായിരുന്നു പരിപാടി. ഭയങ്കര ഡാൻസും കൂത്തല്ലായിരുന്നു. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാട്ടുകളൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ നവീൻ. അപ്പോൾ നവീൻ്റെ തലേദിവസം മധുരം വെപ്പ് പരിപാടിക്കാണ് നമ്മൾ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മധുരം വെപ്പ് കാണുന്നത്. ഒരു ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ റിയൽ ലൈഫിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിന്. ഉച്ചക്ക് കഴിച്ചതല്ലേ. ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളെ കാസർഗോഡ് കണ്ണൂർ ടേസ്റ്റ് അല്ല, എന്നാലും കൊള്ളാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താക്കി വെച്ചാൽ സ്റ്റേജിൽ നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെ മുഖത്ത് മറ്റേ ഫേഷ്യൽ ചെയ്തപോലെ ചന്തം ചാർത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ നല്ല ഈ കോലാക്കി വെച്ചിട്ടുണ്ട്. ഇതാൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നവീനെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിച്ചു ചാനൽ. അതൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമായി. നമ്മൾ നേരെ വിചാരിച്ചു വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ പോകാൻ. തൃശ്ശൂർ വരെ വന്നതല്ലേ, പക്ഷെ അതിലേക്ക് പോകാനുള്ള ക്യൂ ആണ് നിങ്ങളീ കാണുന്നത്. ഒരു 3/4 മണിക്കൂർ നമ്മൾ ഈ ക്യൂവിൽ നിന്നു. പിന്നെ എന്നിട്ട് തിരിച്ച് റിവേഴ്സ് ടേൺ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയി. റൂമിൽ പോയപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇത്തൂൻ്റെ ടോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ അസംബിൾ ചെയ്യാൻ. ഇത്തു വാങ്ങിയാലും ഇതൊക്കെ ചെയ്യുന്നത് ഞാനാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ടോയ് എനിക്ക് എങ്ങനെയും അസംബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നേരം നോക്കി. അവസാനം ബൈത്തേട്ടൻ വന്നിട്ടാണ് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഇതെന്തോ മേക്കപ്പ് കിറ്റോ അങ്ങനെ എന്തോ ആണ് പെപ്പ പിഗിൻ്റെ. അപ്പം ഞാനും ഇത് കുറേ നേരം കളിച്ചു, ഡ്രസ്സൊന്നും മാറ്റാണ്ട്. എനിക്ക് ഇങ്ങനത്തെ ടോയ്സ് എല്ലാം കിട്ടിയാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അതൊന്ന് കളിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കുളിച്ചു, കിടന്നുറങ്ങി. ബാക്കി നാളത്തെ വീഡിയോയിൽ